കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മനസ്സ് കവർന്നത് കരിക്കിൻ വെള്ളത്തിന്റെ രുചിയിലാണ് കേട്ടോ. ഇത്ര രുചിയുള്ള കരിക്കിൻ വെള്ളം കുടിച്ചിട്ടില്ല എന്നാണ് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടത്. മാത്രമല്ല, ഡൽഹിക്ക് തിരികെ പോകുമ്പോൾ 20 കരിക്കും കൊണ്ടുപോയി. ബിന്നിൽ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ബിനിൽ. അതേതായാലും കൗതുകകരമായ കാര്യം തന്നെയാണ്. കരിക്കും വെള്ളം മനസ്സ് കവർന്നത് പോയിട്ട് 20 കരിക്കുകൾ ഒപ്പം കൊണ്ടുപോവുകയും കൂടി ചെയ്തിരിക്കുന്നു അല്ലേ? ഗുഡ് മോർണിംഗ് മോത്തി. 2 ദിവസത്തെ പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിൽ അദ്ദേഹത്തെ ഏറെ ഇഷ്ടപ്പെട്ടത്, അദ്ദേഹം ഏറെ ഇഷ്ടപ്പെടുകയും അദ്ദേഹം കൂടെ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തത് നമ്മുടെ സ്വന്തം കരിക്കാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം കരിക്കിന് വലിയ പ്രാധാന്യമുണ്ട്. കേരളത്തിൽ മോദി എത്തിയപ്പോൾ കൊച്ചിയിൽ അദ്ദേഹത്തിന് വെൽക്കം ഡ്രിങ്കായി കൊടുത്തത് കരിക്കാണ്. എറണാകുളം ഗസ്റ്റ് ഹൗസ് അധികൃതർ ആ കരിക്ക് അദ്ദേഹത്തിന് നന്നേ ബോധിച്ചു. അപ്പോൾ തന്നെ അദ്ദേഹം കരിക്ക് ഇനിയും വേണം എന്നൊരു ആവശ്യം അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മുഖേന ഗസ്റ്റ് ഹൗസ് ജീവനക്കാരെ അറിയിക്കുകയായിരുന്നു. നമുക്കറിയാം, പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വ്രതാനുഷ്ഠാനത്തിലാണ്. ആ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം പഴവർഗ്ഗങ്ങളും മാത്രമാണ് അദ്ദേഹം ഭക്ഷിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഈ കരിക്ക് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. കരിക്കിൻ്റെ രുചിയെക്കുറിച്ചൊക്കെ അദ്ദേഹം വാചാലനായി എന്നാണ് എറണാകുളം ഗസ്റ്റ് ഹൗസ് അധികൃതർ പറയുന്നത്. രാവിലെ അദ്ദേഹത്തിന് മടങ്ങാൻ നേരത്ത് അദ്ദേഹം കരിക്ക് വേണം എന്നൊരാവശ്യം അറിയിച്ചു. ഇന്ന് അദ്ദേഹം മടങ്ങിയത് 17-ന് രാവിലെയാണ് ഗുരുവായൂരിലേക്ക് പോയത്. ആ ഗുരുവായൂരിലേക്ക് അദ്ദേഹം പോകുന്ന അതിന് മുൻപ് തന്നെ എറണാകുളത്ത് DH ഗ്രൗണ്ടിൻ്റെ അവിടെ ചെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ 2 കൊല കരിക്ക് വാങ്ങുകയായിരുന്നു. 20 കരിക്കുകളുമായി അവർ ഗസ്റ്റ് ഹൗസിലെത്തി. ഗസ്റ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ അത് ഭംഗിയായി പാക്ക് ചെയ്ത് അത് നേവൽ ബേസിൽ എത്തിക്കുകയായിരുന്നു. നേവൽ ബേസിലെ പ്രത്യേക വിമാനത്താവളത്തിൽ നിന്നാണ് അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ പോയത്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വിമാനമുണ്ടായിരുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലായിരുന്നു. INS ഗരുഡ, അതായത് നാവികസേന വിമാനത്താവളത്തിൽ ഈ 2 കൊല കരിക്കുകൾ എത്തിച്ച് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്ററിൽ ഈ കരിക്കുകളുമായി അദ്ദേഹം നെടുമ്പാശ്ശേരിയിലേക്ക് പോവുകയും അവിടെ നിന്ന് ഈ കരിക്കുകൾ അദ്ദേഹം ഡൽഹിയിൽ എത്തിക്കുകയും ചെയ്തു. 2 ദിവസത്തെ കേരള സന്ദർശനം വലിയ ആവേശം BJP പ്രവർത്തകർക്കൊക്കെ നൽകിക്കൊണ്ടാണ് അദ്ദേഹം മടങ്ങിയത്. പല സന്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളിലുമൊക്കെ തന്നെ ഉണ്ടായി. അതിനെല്ലാം ഇടയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് കുളിർപ്പിച്ച് നമ്മുടെ കരിക്ക് മാറി എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കരിക്ക് അദ്ദേഹം ഡൽഹിയിൽ എത്തിച്ച് വീണ്ടും കുടിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി.